സദസ്സിലൊരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, പണ്ഡിത വിദ്യാർത്ഥികൾ, മറ്റ് വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം പുണ്യമായ മുബാറക്കായ ഒരു വേദിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ഒന്നിരായ പൊന്മള ഫരീദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവരുടെ ആ ഇൽമിൽ നിന്ന് ഇൽമ നുകർന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമ നുകർന്ന പണ്ഡിതന്മാർ, അവരുടെ ശിഷ്യന്മാരിൽ നിന്ന് ഇൽമ നുകർന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിത വിദ്യാർത്ഥികൾ, അതോടൊപ്പം ബഹുമാനമുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യണ പണ്ഡിതന്മാർ, മറ്റ് മോമിനികൾ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയ അവരോടുള്ളതായ ആദരവ്, ബഹുമാനം ഒക്കെ പ്രകടിപ്പിക്കപ്പെടാനും അവരുടെ ആ വിശുദ്ധമായ സ്മരണ അത് ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കപ്പെടാനോ ഒക്കെയാണ് ഈ സദസ്സ് ഇവിടെ നമ്മൾ ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യം. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ പണ്ഡിതന്മാർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് ഖൈറുൽ ബരിയ്യ. അല്ലാഹു ശക്കിൽ അവ്വൽ പ്രകാരം ആണ് ഈ നതീജ ഇവിടെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാർ ഖൈറുൽ ബരിയ്യാണ് എന്നുള്ളത് പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞു. പണ്ഡിതന്മാർ ഹുമുല്ലദീന യഖ്ശൗനല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച്, യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. ഒമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാണ്. ഹിക്മത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അവനക്ക് ധാരാളം ഖൈറിനെ നൽകപ്പെട്ടു. അപ്പോൾ ഹിക്മത്ത് എന്താണെന്നുള്ളത് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങളോട് ചോദിക്കും. അപ്പോൾ ബഹുമാനപ്പെട്ടവരതിന് മറുപടി പറഞ്ഞത് എന്താണെന്ന്, ഒരാൾ പൂർണ്ണമായി സാഹിദാവുക എന്ന് പറഞ്ഞാൽ അവനക്ക് മുതലുണ്ടാവാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അൻ തത്റുക ദുനിയാ മിൻ ഖൽബിക വതദഅഹ ഫീ ജൈബിക ഔ ഫീ യദിക, അല്ലെങ്കിൽ അൻ തൻദുറ ഇല ദുനിയ ബിഐനിൽ ഇസ്തിസ്ബാർ. അപ്പോൾ ദുനിയാവിനെ ചെറുതായി കാണാം. ഹൃദയത്തിൽ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനം കൊടുക്കാതിരിക്കാം. അതാണ് സുഹൃദ്. അപ്പോൾ ആ സുഹൃദ് ഒരുത്തനിക്ക് ഉണ്ടായിത്തീർന്നാൽ ഒത്തക്ക, അവൻ പൂർണ്ണമായ ഇസ്തിഖാമത്തിൻ്റെ മേലിൽ നിലനിൽക്കുകയും ചെയ്താൽ അന്തഖഹുല്ലാഹു ബിൽ ഹിക്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹിക്മത്ത് കൊണ്ട് അവനെ സംസാരിപ്പിക്കും. അപ്പോൾ ഈ ഹിക്മത്ത് ഒരാൾക്ക് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ അവന് യഥാർത്ഥ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഭൗതികമാവുന്നതായ സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ, അതോടുകൂടി ഭൗതികമാകുന്ന സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാവില്ല. അവരുടെ ഹൃദയത്തിൽ അതിനേക്കുള്ള യാതൊരു സ്ഥാനം ഉണ്ടാവില്ല. അതാണുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെയൊക്കെ സ്വഭാവം. കഴിഞ്ഞ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ആ നിലക്ക് ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പരിചയപ്പെടുത്തിയത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക്
അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഇൽമു ചെന്ന് മുട്ടുക, റസൂലുള്ള വാസിത്തയായിട്ട് മറ്റുള്ളതായ അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ മറ്റുള്ള അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നമ്മൾക്ക് റസൂലുള്ള വാസിത്തയായിട്ട് മാത്രമേ സാധ്യമാവുള്ളൂ. റസൂലുള്ളാഹിൻ്റെ വസാത്തത്ത് ഇല്ലാത്ത നിലക്ക് മറ്റുള്ളവരായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിനെ സംബന്ധിച്ച് ആ ബന്ധം പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസാത്തത്തോടു കൂടി മറ്റുള്ള അമ്പിയാക്കന്മാരുമായി ബന്ധം സ്ഥാപിച്ച് അമ്പിയാക്കന്മാരുടെ ഇർസാവുന്ന ഇൽമ്, ആ ഇൽമ് നമ്മൾ എന്താവണം, കൈവശപ്പെടുത്തണം. അപ്പോൾ അമ്പിയാക്കന്മാരുമായുള്ള ആ ബന്ധം സുശക്തമായി തീർന്നാൽ മാത്രമേ അവരെ ഇർസാവുന്ന ഇൽമ് നമുക്ക് ലഭിക്കപ്പെടുള്ളൂ. അത് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരുടെ ബാത്തിനാവുന്ന വിലായത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. നുബുവത്ത് ഒരാൾക്ക് അധ്വാനിച്ചുകൊണ്ട് കൈവശപ്പെടുത്താൻ പറ്റിയൊരു സാധനമല്ല. അത് ഹിബത്തുൻ റബ്ബാനിയത്തുൻ യഹബുഹ ലിമൻ യശാഉ മിൻ ഇബാദിഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ബഹുമതിയാണ്, ഒരു ഔദാര്യമാണ് ഈ നുബുവത്ത് എന്നുള്ളത്. അത് അള്ളാഹു നുബുവത്ത് നൽകപ്പെടാൻ പ്രത്യേകമായി കൊണ്ട് പ്രത്യേകമാവുന്ന നിബന്ധനകളും പ്രത്യേകമാവുന്ന അതിന് വേണ്ട ശുറൂത്തുകളൊക്കെ ഏർപ്പെടുത്തപ്പെട്ട വ്യക്തികളുണ്ട്. അവരെ വാപ്പന്മാരിങ്ങനെ ആവണം, അവരെ ഉമ്മമാരിങ്ങനെ ആവണം, അവരെ തറവാടിൻ്റെ സ്വഭാവം എങ്ങനെ ആവണം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നുബുവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട പ്രത്യേക സ്വഭാവ ഗുണങ്ങൾ, അവർക്കുണ്ടാവുന്ന പ്രത്യേകമാവുന്ന ഔസാഫുകൾ, അതുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു നുബുവത്തിന് നൽകപ്പെടൂ. ആ നുബുവത്ത് ഒരാൾക്ക് ഇർസായിട്ട് ലഭിക്കപ്പെടില്ല. ആർക്കും നുബുവത്ത് ഇർസായി ലഭിക്കപ്പെടുന്ന ഒന്നല്ല. പാപ്പ നബി ആയതുകൊണ്ട് മകന് നബിയാവൂല. വല്ല അമ്പിയാക്കന്മാരുടെയും മക്കൾ നബിയായിട്ടുണ്ടെങ്കിൽ അവരെ വാപ്പ നബി ആയതുകൊണ്ടല്ല അവർ നബിയായത്. ഒരു നബിൻ്റെ കൂടെ നടന്നുകൊണ്ടും നബിയാവൂല. അപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒപ്പം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിലേക്ക് ശക്തി പകരാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഹാറൂൻ നബിക്ക് നുബുവത്ത് നൽകപ്പെട്ടത് മൂസ നബിൻ്റെ ഒപ്പം കൂടിയ മൂസ നബിൻ്റെ സാഹിബ് എന്നുള്ള നിലക്കല്ല, അല്ലെങ്കിൽ സഹോദരൻ എന്നുള്ള നിലക്കല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യാക്കൂബ് നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബിയൊക്കെ നബിയായത് ഇബ്രാഹിം നബിൻ്റെ മക്കളായതുകൊണ്ടല്ല. ഇസ്ഹാഖ് നബിൻ്റെ മകൻ യാക്കൂബ് നബി നബിയായത് യാക്കൂബ് നബി ഇസ്ഹാഖ് നബിൻ്റെ മകനായതുകൊണ്ടല്ല. യാക്കൂബ് നബിൻ്റെ മകൻ യൂസുഫ് നബി നബിയാവുന്നത് യാക്കൂബ് നബിൻ്റെ മകനായതുകൊണ്ടുമല്ല. അതൊക്കെ നുബുവത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇസ്തിഫാഹ് ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളായതുകൊണ്ട്. അതാണ് ഹിബത്ത്. അത് ഹിബത്താണ്, അത് കസബിയായ ഒരു സംഗതിയല്ല. കസബ് കൊണ്ട് ആർക്കും തന്നെ നുബുവത്തിനുണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല. വിലായത്ത് പോലെയല്ല നുബുവത്ത് എന്നർത്ഥം. വിലായത്ത് കസബ് കൊണ്ടുണ്ടാവുക, വഹാബിയായ നിലക്കും നൽകപ്പെടും. അത് ചിലർക്ക് വിലായത്ത് ഒരു അധ്വാനിക്കാതെയായിരിക്കും ലഭിക്കപ്പെടുക. ഇപ്പം മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവർ വലിയാവുന്നത് പ്രസവിക്കപ്പെടുന്നതിനെ വലിയായിട്ടാണ് മൂപ്പരെ പ്രസവിക്കപ്പെട്ടത്. നേരെ മറിച്ച് ഫുദൈൽ ഇബ്നു ഇയാദ് പോലത്തെ മറ്റ് പല മഹാന്മാരും അവരൊക്കെ നുബുവത്ത് അവർക്ക് വിലായത്ത് നൽകപ്പെട്ടത് പിന്നീട് അവർക്കുള്ളതായ കസബ് കൊണ്ടിട്ട് മാത്രം. അപ്പം കസബ് കൊണ്ടിട്ടും ഹിബത്ത് നൽകായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലായത്തിനെ നൽകും. നുബുവത്ത് അങ്ങനെയല്ല. അപ്പം ആ നുബുവത്ത്, ഏത് നുബുവത്തും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണ്. ആ വിലായത്താണ് യഥാർത്ഥത്തിൽ ഉലമാവിനിക്ക് ഉണ്ടായിത്തീരേണ്ടത്. അതുകൊണ്ടാണ് ഉലമാവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കും, അവരാണ് യഥാർത്ഥ അലിമ്. അമ്പിയാക്കന്മാരുടെ അലുലമാവ് വറസത്തുൽ അമ്പിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കണേ നമ്മളൊക്കെ അമ്പിയാക്കന്മാരെ വാരിസീങ്ങൾ എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ഉലമാവ് എന്ന് പറഞ്ഞാൽ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ സുഹുദും തഖ്വയൊക്കെ ഉള്ളതായ ഇസ്തിഖാമത്ത് ഉണ്ടാവുന്ന ആ പണ്ഡിതന്മാർ, അവർക്ക് അമ്പിയാക്കന്മാരുമായിട്ടുള്ളതായ ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എങ്ങനെ? വിലായത്ത് മുഖേന. ഏത് നുബുവത്തിനും ഞാൻ പറഞ്ഞല്ലോ, പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ആ ബാത്തിന് അത് വിലായത്താണ്.
അപ്പം അമ്പിയാക്കന്മാരിൽ നിന്ന് അതുകൊണ്ടാണ് കുനു ഉലമാ റബ്ബാനി എന്ന് പറഞ്ഞു. ഉലമാ എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല, റബ്ബാനീയങ്ങളാവുന്നതായ ഉലമാക്കളാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ആ വിലായത്തിന് ആ അമ്പിയാക്കന്മാരിൽ നിന്ന് വിലായത്ത് കരസ്ഥമാക്കിയവരാണ് ശരീഅത്തിൻ്റെ ഭാഷയിൽ ശരിയാവുന്ന ആലിമ് എന്ന് പറഞ്ഞു. ആ ആലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്നവരായിരിക്കും. അതാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്ന ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഖൈറുൽ ബരിയ്യ, അവർ സൃഷ്ടികളെ കൂട്ടത്തിന് ഏറ്റവും അധികം ഉത്തമന്മാരാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ശക്തിൽ അവൽ പ്രകാരം, അതായത് ഉലമാ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പോൾ ഉലമാ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പം അതിനെന്ത് വേണം? ആ നിലക്കുള്ള ഉലമാ ആയിത്തീരണം നമ്മൾ. അപ്പം ആ നിലക്കുള്ള ഉലമാ അവിടെ അങ്ങനത്തെ ഉലമായിൽപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മൾ അനുസ്മരിക്കുക ഒന്ന് നിങ്ങളൊക്കെ ഉസ്താദിൻ്റെ ഉസ്താദും അലി ഉസ്താദന്മാരുടെ ഉസ്താദും ഒക്കെ ആയിത്തീർന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ, അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കൊക്കെ നേതൃത്വം നൽകിയ മഹാൻ. അപ്പം അവർ ആ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതനായിരുന്നു. പൂർണ്ണമായിട്ട് അമ്പിയാക്കന്മാരുടെ വാരിഥ്യങ്ങൾ എന്ന് പറയുന്ന ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തപ്പെടാൻ പറ്റുന്നതായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഇൽമിൻ്റെ ആ ഗുണമാണ് ഇവിടെ കാണപ്പെടുന്നത്. കാരണം അദ്ദേഹം ശീലിപ്പിച്ചെടുത്ത ചില സ്വഭാവങ്ങളുണ്ട്. അവരവരുടെ ദർസിൽ പ്രത്യേകമായി കൊണ്ട് ശീലിപ്പിച്ചിരുന്ന പ്രത്യേക സ്വഭാവങ്ങൾ, ആ ദർസിൻ്റെ പ്രത്യേക ശൈലികൾ, ഇതൊക്കെ അവരെ ശിഷ്യന്മാരും സ്വീകരിച്ചു, ശിഷ്യന്മാരും സ്വീകരിച്ചു. അവരുടെ ആ സ്മരണ ഇതുപോലുള്ള സദസ്സ് വെച്ച് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിലും ആ സ്മരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ശിഷ്യന്മാരുടെ ദർസുകളുടെ ദർസുകളൊക്കെ പൂർണ്ണമായിട്ടും അവരുടെ ദർസിനെ ഇവിടെ പിൻപറ്റിയ, അവരെ മാതൃകയാക്കിക്കൊണ്ടുള്ളതായ ദർസാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് മാഉതിയഅദുൻ ഫി ദുനിയ അഫ്ളല മിന നുബുവത്ത് എന്നല്ലേ, നുബുവത്തിനേക്കാൾ ശ്രേഷ്ഠമാവുന്ന ഒരു സംഗതിനെ നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ നുബുവത്തിൻ്റെ ശേഷം ഇൽമിനേക്കാൾ ശ്രേഷ്ഠമാവുന്ന ഒരു സംഗതിനെ അള്ളാഹു നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു ഇവിടെ നുബുവത്ത് കഴിഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട, ഏറ്റവും അള്ളാഹു ഫളീൽ നൽകിയതായ ഒരു വിഭാഗമാണ് ഉലമാ. അത് ആ ഉലമാൻ്റെ സ്വഭാവത്തിലാവണം നമ്മൾ. മുഖർവിയാവുന്നതായ സ്വഭാവ ഗുണങ്ങളുള്ളതായ ഉലമാക്കളാവണം. ആ ഉലമാവിനെ സംബന്ധിച്ചാണ്, അവർ കൈവശമുള്ള ഇൽമിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. അവരെടുത്തുള്ള ഇൽമ എന്ന് പറഞ്ഞാൽ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരിലേക്ക് ചെന്നെത്തുന്നതായ ഇൽമായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ ദർസ് നടത്തിയതോടെ നമ്മളെ ഇൽമ റസൂലുള്ളാഹിയിലേക്ക് ചെന്നെത്തുന്ന ഇൽമ എന്ന് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹിയിലേക്ക് ചെന്നെത്തുന്ന ഇൽമാവാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങൾ, അത് അടിസ്ഥാനപരമായി നമ്മളെ ഹൃദയത്തിൽ അത് വരാൻ പറ്റിയ സംഗതികൾ, അതിന് വേണ്ട തഖ്വയും മറ്റുള്ളതായ ഗുണമേന്മകളൊക്കെ നമ്മളിലുണ്ടാവണം. അത് തറവാടിൻ്റെ ഗുണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അമ്പിയാക്കന്മാരുടെ തറവാട് പോലെ തന്നെ ഇൽമ നൽകപ്പെടുന്നവരുടെയും ഇൽമ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളതായ ആ ഒരു പ്രൗഢി, തറവാടിൻ്റെ പ്രൗഢി ഉണ്ടാവണം, തഖ്വ ഉണ്ടാവണം, സ്വാലിഹ്യങ്ങളിലേക്ക് ചെന്നുമുട്ടുന്നതായ ആളുകളാവണം. അതാണ് ഈ ഹിക്മത്തിനെ നിങ്ങൾ അതിൻ്റെ അർഹതപ്പെട്ടവരല്ലാത്തവർക്ക് നൽകരുത് എന്ന് പറഞ്ഞു. അർഹതപ്പെട്ടവരെ തടയാനും പാടില്ല. അത് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? അർഹതപ്പെട്ടവർക്ക് മാത്രമേ അത് നൽകപ്പെടാൻ പാടുള്ളൂ. അതായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിലൊക്കെ ശീലിപ്പിച്ചെടുത്ത ആ സ്വഭാവങ്ങൾ. അതാണ് അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് വിശുദ്ധമാവുന്നതായ ഉലൂമുകളെ അത് സ്വീകരിക്കപ്പെടാൻ പറ്റിയതായ ഒരവസ്ഥ റസൂലുള്ളാഹിയുമായി കൊണ്ടുള്ള ഒരു ചെറിയ സമയത്തുള്ള ഒരു ഇത്തിബാഴ് മതിയല്ലോ. ആ മനുഷ്യനെ പൂർണ്ണമായും കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ പൂർണ്ണമായും കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ മാത്രമല്ല മറ്റുള്ള അമ്പിയാക്കന്മാർക്കില്ലാത്ത പല ഹുസൂസിയത്തുകളും റസൂലുള്ളാഹിക്കുണ്ട്. അതിൽപ്പെട്ട ഒരു ഹുസൂസിയത്താണ് മറ്റുള്ള അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മഅ്സൂമികളാണ്.
റസൂലുള്ളാഹിയും മഅസൂമും തന്നെയാണ്. അതാണ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക. നുബുവത്തിന് മുമ്പും നുബുവത്തിന് ശേഷവും മരണം വരെയുള്ള കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലക്കുള്ളതായ തെറ്റുകൾ, അത് വൻദോഷാണെങ്കിലും ചെറുദോഷാണെങ്കിലും മറന്നുകൊണ്ടാണെങ്കിലും അവരിൽ നിന്നുണ്ടാവില്ല. അതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാത്തിട്ടുണ്ട്. അത് ഈ അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് മാത്രമല്ലത്, അത് എല്ലാ അമ്പിയാക്കന്മാർക്കുള്ളതാണ്. എന്നാൽ വമാ തഅഖർ, മരണശേഷം അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് പലരും പറയാൻ തുടങ്ങും. അങ്ങനെയല്ലേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പറയേണ്ട, ആദം നബി ദോഷം ചെയ്തു എന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നത് ഇബ്രാഹിം നബി കളവ് പറഞ്ഞു. അത് 3 കളവല്ലാതെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയൊക്കെ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ വിദ്യാർത്ഥത്തിലേക്ക് സാധ്യത ഉണ്ടായപ്പോൾ അത് ചേർത്ത് കൊണ്ടിട്ട് അവരെ സംബന്ധിച്ച് പലതും പറയാൻ തുടങ്ങി. അതുകൊണ്ടുള്ള അന്ത കൊടുത്ത ജിന്നാസ്, എന്നീ എൻ്റെ ഉമ്മാനെയൊക്കെ ഇലാഹാക്കണമെന്ന് നീ പറഞ്ഞോന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിക്കും. അതുകൊണ്ടാണ് ഷഫായത്തിൻ്റെ ഹദീസിൽ തന്നെ ആദം നബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആദം നബി പറയും ഇവിടെ പറ്റൂല, അങ്ങോട്ട് പോയിക്കോളിയുന്നു. അതെന്തിനാണ് പറയണത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ആദം നബി ചെയ്യാത്ത പലതും ചേർത്തുകൊണ്ട് പറയപ്പെടുന്നതായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുണ്ടായ ചില പ്രവൃത്തികൾ അത് തെറ്റാണെന്ന് ഗണിച്ചു കൊണ്ടിട്ട് ചില ആളുകൾ അങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ സർവ്വ അമ്പിയാക്കന്മാരിലേക്കും അവരുടെ മരണശേഷം അവർ ഹയാത്ത് കാലഘട്ടത്തിൽ അവർ വാക്കുകളിൽ നിന്നുള്ള വിദ്യാർത്ഥത്തിന് വരുന്നതായ ചില വാക്കുകളും മറ്റും അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതാണ് വമാ തഅഖറ മിൻ ദംബിക. നബിയെ തങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും വാക്കുകൾ പിടിച്ചുകൊണ്ടോ എന്തെങ്കിലും പറയേണ്ടതായ ഒരു സന്ദർഭം പോലും നബിയെ തങ്ങൾക്കില്ല. ആ നിലക്കൂടി നബിയെ നമ്മൾ പരിശുദ്ധമാക്കിയിട്ടുണ്ട്. അപ്പം അമ്പിയാക്കന്മാർക്കുള്ളതായ ആ എല്ലാ അമ്പിയാക്കന്മാരേക്കാളും അവർക്കില്ലാത്തതായ എന്നൽക്കുള്ളതായ ഒരു ഹുസൂസിയത്ത്, പല ഹുസൂസിയത്തിൻ്റെ കൂട്ടത്തിൽ ഇതൊരു പ്രത്യേകമാവുന്ന ഹുസൂസിയത്താണ്. അതുകൂടിയുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയായിട്ട് മറ്റുള്ള അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം ആലിമീങ്ങൾ സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ച് അമ്പിയാക്കന്മാരുടെ ബാത്തിനാവുന്ന ആ വിലായത്ത്, ആ വിലായത്തിൽ നമ്മൾ കൈവശപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവനാണ് യഥാർത്ഥ ആലിം. ഇതാണ് വിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിൽ അവരിൽ പ്രകാരം ഇസ്ബാത്ത് ചെയ്തതായ ഒരു സംഗതിയാണ്. അമ്പിയാക്കന്മാർ അവർ ഖൈറുൽ ബരിയ്യത്ത് അല്ല, അമ്പിയാക്കന്മാർ അവർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പോൾ അമ്പിയാക്കന്മാർ അവർ ഖൈറുൽ ബരിയ്യത്ത് അല്ല, ഉലമാ അള്ളാഹുവിനെ പേടിക്കുന്നു. അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പോൾ ഉലമാ ഖൈറുൽ ബരിയ്യത്താണ്. അപ്പോൾ ആ നിലക്കുള്ള ഉലമാ ആയി തീരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അങ്ങനത്തെ ഉലമാ ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നൽകിയതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച വാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ള അന്ന് ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ. പിന്നീട് സമസ്തയുടെ ജമിയത്തുൽ ഉലമക്ക് നൽകിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസുല്ലാ, ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസുല്ലാ, ഇവരൊക്കെ ഈ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാരായി. അങ്ങനെ സമസ്തയുടെ ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയതായ ഇതുപോലുള്ള അവരെ പോലുള്ള എല്ലാ ആലിമീങ്ങളും അവരൊക്കെ നമുക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റണ എല്ലാ നിലക്കുള്ളതായ മാതൃകയുള്ള വലിയ വലിയ ആളുകളായിരുന്നു അവരിവിടെ സ്ഥാപിച്ച് അവർ പ്രവർത്തിച്ച് അവർ നമ്മളെ കയ്യിലേൽപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാവരും അതിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ, അതായത് 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കാസർഗോഡ് കുനിയിൽ വെച്ചുകൊണ്ട് പ്രത്യേകം സജ്ജമാക്കിക്കൊണ്ടിരിക്കണ ആ മൈതാനിയിൽ വെച്ച് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരാണ് ആ നഗരനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റിലേക്ക് ശംസുൽ ഉലമയുടെ പേരുള്ളത്, മറ്റു ഉസ്താദന്മാരുടെ പേരൊക്കെ പല ഗേറ്റുകൾക്കും മറ്റുമൊക്കെ ആയിട്ട് നൽകപ്പെടും. അപ്പം അതിലൊക്കെ അത് സജീവമാക്കാനും
അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളാവാനും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും മറ്റ് പണ്ഡിതന്മാരല്ലാത്ത മറ്റ് വ്യക്തികളും എല്ലാ മോമിനികളും സഹകരിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനാവുന്ന പരീതും സിയാർ നബർ അള്ളാഹു മർക്കദ അവരുടെ ഖബറിടം അള്ളാഹു സുഖപൊങ്കാവനാക്കി കൊടുക്കട്ടെ. അവർ ചെയ്ത ദീനിയാവുന്ന സർവ്വ ഖിദ്മത്തുകളെയും അർഹമുർ റഹീമീനായ തമ്പുരാനെ നീ കബൂൽ ചെയ്യണേ. അവരുടെ ഇഷ്യന്മാർ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദർസുകളിലും അവരുടെ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ നീ ധാരാളം ഖൈറും ബർക്കത്തും നൽകണേ തമ്പുരാനെ. ഈ സംഗമത്തിന് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അവരുടെ മക്കളും അവരോട് ബന്ധപ്പെട്ടതായ അവരുടെ ഇഷ്യന്മാരൊക്കെ അവരുടെ ആ ഒരു സംഘടന എന്താണ് മഅ്മത്തുൽ ഇഖ്വാനിൻ്റെ ആ സംഘടനയുടെ പേര് ആ മഅ്മത്തുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ആ സംഘടനൻ്റെ നേതൃത്വത്തിലാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും അതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ ഈ ആണ്ട് നേർച്ച ഉറൂസിനോട് ബന്ധപ്പെട്ട് സഹായങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തും നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശുദ്ധമായ അഖീദത്തിന് മേൽ നമുക്കൊക്കെയുള്ള അഖീദനെ അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ. ഈ വിശുദ്ധമായ അഖീദ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാനോടുകൂടി നമ്മളൊക്കെ മരിപ്പിച്ച് തരട്ടെ. നമ്മളൊക്കെ ഉഖ്റവിയായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.